ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ബോബിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. പോലീസ് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം തന്റേത് മുൻകൂട്ടി തീരുമാനിച്ചുള്ള അധിക്ഷേപമല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. പരാമർശം വളച്ചൊടിക്കപ്പെട്ടെന്നും മൊഴി. കൂടാതെ നടിയെ അധിക്ഷേപിച്ച യൂട്യൂബർമാരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്യും. എന്തായാലും 20ഓളം യൂട്യൂബ് ചാനലുകളുടെ വിവരങ്ങൾ ഹണി റോസ് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, ഇന്ന് വീണ്ടും ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന നടത്തിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് മൊഴിയിൽ ബോച്ചെ പറഞ്ഞതായും വിവരമുണ്ട്. നടിയെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ട് അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഊർജിതമായി ആണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനിടയിലാണ് ബോബി ചെമ്മണ്ണൂർ പോലീസിന് നൽകിയിരിക്കുന്ന സെൻട്രൽ പോലീസിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്ന ചില മൊഴികൾ കൂടി പുറത്തു വരുന്നത്. അതിൽ താൻ അധിക്ഷേപ പരാമർശങ്ങൾ, അത് മുൻകൂട്ടി പരാമർശങ്ങൾ നടത്തിയല്ല, അല്ലെങ്കിൽ ആസൂത്രണത്തോടെ നടത്തിയ ഒരു പരാമർശമല്ല, സന്ദർഭവശാൽ പറഞ്ഞുപോയ ചില കാര്യങ്ങളാണ് പിന്നീട് ഈ പരാതിക്ക് ആസ്പദമായത് എന്ന കാര്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, തനിക്കെതിരെ 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നടി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ചില ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്. സെപ്റ്റംബറിൽ നടന്ന ഒരു സംഭവത്തിൽ മാസങ്ങൾക്ക് ശേഷം താൻ അവഹേളിച്ചു, അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു എന്ന കാര്യം പറയുന്നതിൽ തനിക്ക് സംശയങ്ങളുണ്ട്. അക്കാര്യത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണം വേണമെന്ന കാര്യം ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് നടി നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ യൂട്യൂബർമാർക്കെതിരെ ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. കാരണം തമ്പനെയിലടക്കം മോശം വാക്കുകൾ, അത് സാധാരണ നിലയിൽ തനിക്കെതിരെ മാത്രമല്ല മറ്റു നിരവധി സിനിമാ മേഖലയിലെ താരങ്ങൾക്കെതിരെ സമാനമായ രീതിയിൽ യൂട്യൂബർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 20 യൂട്യൂബർമാരുടെ പരാതികൾ, അവർക്കെതിരായ പരാതികളാണ് നൽകിയിരിക്കുന്നത്. പലപ്പോഴും തമ്പനെയിലുകളിൽ മോശം പരാമർശങ്ങൾ, സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എത്തുന്നത്. അതിനുശേഷം അത് മാത്രമല്ല, ചില ദൃശ്യങ്ങൾ പോലും, ഫോട്ടോകളും ദൃശ്യങ്ങളും പോലും ഇത്തരത്തിൽ ഉപയോഗം നടത്തുന്നുണ്ട്, വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്, ശരീര പ്രദർശനം നടത്തുന്നു എന്ന രീതിയിലെല്ലാം വരുത്തുന്നതിന് വേണ്ടി യാത്ര ചെയ്യുമ്പോഴും വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോഴുമെല്ലാമുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും നിരന്തരം പിന്നാലെ നടന്ന് പകർത്തിയതിനു ശേഷം അതിൽ നിന്ന് ചില ദൃശ്യങ്ങൾ മാത്രം പ്രത്യേകമായി എടുത്ത് തമ്പനെയിലായി നൽകുന്ന ഒരു രീതി യൂട്യൂബർമാർ അനുവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ തനിക്കെതിരെയും ലൈംഗിക അധിക്ഷേപപരമായ തമ്പനെയിലുകൾ വന്നിട്ടുണ്ട്. അതിനെതിരെയും നടപടി വേണം എന്ന കാര്യം തന്നെയാണ് പരാതിയായി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, 20 യൂട്യൂബ് ചാനലുകളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബർമാരെയും യൂട്യൂബ് ചാനലുകളെയും അത്തരത്തിൽ തംബ്നെയിൽ വന്നതിൻ്റെ ദൃശ്യങ്ങളുമെല്ലാം തന്നെ ഇവിടെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്, പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇവരെ കൂടി പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, തുടർച്ചയായി കമന്റുകൾ, അധിക്ഷേപ കമന്റുകൾ ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചതിന് ശേഷം സമാനമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചുകൊണ്ടും ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന വിധത്തിൽ നിരന്തരമായ ചില പരാമർശങ്ങൾ, കമന്റുകൾ എന്തെല്ലാം ആവർത്തിച്ചു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമന്റുകൾ അയച്ച ആളുകളെ തുടക്കത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു, അതിനുശേഷം മറ്റു നിരവധി പേരെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. 30ഓളം പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിലധികം പേര് സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി കൂടുതൽ നിരീക്ഷിക്കുകയും അവർക്കെതിരെ കൂടി ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയുമാണ് പോലീസ്. ഇതിനൊപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ യൂട്യൂബർമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക എന്നിവയും പോലീസ് പ്രധാനമായും അത്തരം നടപടികളിലേക്ക് കൂടി കടക്കും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മൊഴി, അത് നടി കോടതിയിൽ പോലീസിന് മുന്നിൽ നൽകിയിരിക്കുന്ന ആ മൊഴി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയതിൻ്റെ വിശദാംശങ്ങൾ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തും. സമാനമായി തന്നെ പ്രതി ആവർത്തിച്ച് കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി നിരന്തരമായ പരാമർശങ്ങൾ നടത്തി, അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല നിരന്തരമായി അത്തരം പരാമർശങ്ങൾക്ക് ശ്രമിച്ചു. അത് സ്ത്രീത്വത്തെ അവഹേളിക്കുക, വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുക, ഒപ്പം തന്നെ IT വകുപ്പിലെ വിവിധ കുറ്റങ്ങളും ചെയ്തതായി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് തന്നെയായിരിക്കും പ്രധാനമായും ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വാദമുണ്ടാവുക. എന്നാൽ കസ്റ്റഡിയിൽ ഒരിക്കൽ കൂടി ചോദിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം
11:30 മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയങ്ങളിൽ ചോദ്യം ചെയ്യൽ ഈ സെൻട്രൽ സ്റ്റേഷന്റെ മുകൾ നിലയിൽ വെച്ച് ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. 7 മണിക്കാണ് ഇവിടെ എത്തിച്ചത്. അതിനുശേഷം അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. വയനാട്ടിലെ മേപ്പടിയിൽ നിന്ന് പിടികൂടിയതിന് ശേഷം അവിടെയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയതിനു ശേഷമായിരുന്നു ഇവിടെ എത്തിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ എത്തിച്ചു. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി. ആ ചോദ്യം ചെയ്യലിലാണ് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഇല്ല എന്ന് മാത്രമല്ല ആസൂത്രിതമായി താൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല, അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യം ബോബി ചെമ്മണ്ണൂർ ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ രക്ഷപ്പെടാനുള്ള ചില നീക്കങ്ങൾ ഈ പ്രതി നടത്തി എന്ന കാര്യം കൂടി ഇന്ന് കോടതിയിൽ ആവർത്തിക്കും. തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു എന്ന് മാത്രമല്ല അതിനുശേഷം ഇവിടെ നിന്ന് പോലീസ് പിടിയിലാകാതിരിക്കാനുള്ള നീക്കങ്ങൾ കൂടി നടത്തി എന്ന കാര്യം കൂടി പ്രധാനമായും ഇന്ന് വാദത്തിനിടയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെയാണ് തങ്ങൾക്ക് ആ എസ്റ്റേറ്റിൽ നിന്ന് വളഞ്ഞിട്ട് പിടികൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്ന് സംസ്ഥാനം വിട്ടതിന് ശേഷം അവിടെ വെച്ച് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുക, ഇതിനെതിരായ നീക്കങ്ങൾ നടത്തുക, സുപ്രീം കോടതി വരെ നിയമ പോരാട്ടങ്ങൾ നടത്തുക എന്നത് തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചത്. എന്നാൽ അതിനിടയിലാണ് തന്ത്രപരമായി നടത്തിയ നീക്കങ്ങളിലൂടെ പ്രതിയെ പിടികൂടിയത് എന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സ്ത്രീകൾക്ക് എതിരായ ലൈംഗിക ചൊവ്വയോടെയുള്ള സംസാരങ്ങൾ, അശ്ലീല സംഭാഷണങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്നിവയൊന്നും തന്നെ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടിയിലൂടെ മാത്രമാണ് കഴിയുകയെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി കൂടി അത് പരിഗണിക്കണമെന്ന കാര്യം തന്നെ പ്രോസിക്യൂഷൻ വിശദമായി തന്നെ അത്തരം കാര്യങ്ങൾ ഈ ഒരു വാദഗതികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് കൂടുതൽ പരാതികൾ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടിയുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലുകളിൽ ഇത്തരത്തിലുള്ള തംബ്നെയിലുകൾ, ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ മോശം വാക്കുകളെല്ലാം തന്നെ ഉപയോഗിച്ചതിന് പിന്നിലുണ്ടോ എന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ നടത്തിയ ചില പരാമർശങ്ങളുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ എല്ലാം തന്നെ തുടർച്ചയായിട്ടായിരുന്നു മറ്റു നിരവധി ആളുകൾ ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടതും അശ്ലീല ചുവയോടെയുള്ള സംഭാഷണ ഭാഗങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലുകളിൽ വന്നിരിക്കുന്ന അതിന്റെ കണ്ടന്റുകൾ കൂടി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടായി അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി വിവരങ്ങളായി തന്നെ കോടതിയെ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്യും. അത് വരുന്ന ദിവസങ്ങളിൽ ഒപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ മറ്റു നടപടികളിലേക്ക് കൂടി കടക്കേണ്ട ഒരു പശ്ചാത്തലമാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത്.